എല്ലാവർക്കും നമസ്കാരം. ഡെൽറ്റ ലാൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വീണ്ടും കെമിസ്ട്രിയുടെ ക്ലാസ്സസ് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് നമ്മൾ ഇപ്പം മൊഡ്യൂൾ 6 ആറ്റം മോഡൽസ് തൊട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോസ് കണ്ടിട്ടില്ലേ നിങ്ങൾക്ക് കണ്ടു നോക്കാം. ക്ലാസ് 1, 2, 3 അങ്ങനെ പറഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ട് കെമിസ്ട്രിയുടെ. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിപ്പം അയണിക് ബോണ്ട് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അതുതൊട്ട് ഈ ഒരു ഹൈഡ്രജൻ ബോണ്ട് വരെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കെമിസ്ട്രിയുടെ തന്നെ ഫസ്റ്റ് പാർട്ടിലുള്ള രാസബന്ധനങ്ങളും തന്മാത്രാ ഘടനയും, അതായത് കെമിക്കൽ ബോണ്ടിങ് ആ ചാപ്റ്ററിലാണ്, അതായത് ചാപ്റ്റർ നമ്പർ 4. ഓക്കെ, അപ്പോൾ അതിലെ കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ എല്ലാ കാര്യങ്ങളും 1-2 ടോപ്പിക്സ് ആ ചാപ്റ്ററിൽ ഇല്ലാത്തതുകൊണ്ട് അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. സോ നമുക്ക് ആ ചാപ്റ്റർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഏത് ബുക്കാണെന്നൊക്കെ എല്ലാവരും കുറച്ച് പേരുടെ കമൻ്റ് ഒക്കെ കണ്ടിരുന്നു. സോ ഇത് NCERT ആണ് കേട്ടോ. NCERT അല്ലെ നമ്മുടെ SCERT തന്നെ, അതിൻ്റെ മലയാളത്തിലുള്ള വേർഷനാണിത്. നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു വേർഷൻ. ദെൻ ഓക്കെ, നമുക്ക് ചാപ്റ്റർ 4 ആണ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ. അതാണ് ഈ രാസബന്ധനവും തന്മാത്രാ ഘടനയും എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഇതിലായിട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കി പറയാം. അതായത് നമുക്കറിയാം എന്താണ് ആറ്റങ്ങൾ ചേർന്നിട്ടാണ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ മോളിക്യൂൾസ് ഉണ്ടാകുമ്പോൾ എന്താണ് മോളിക്യൂൾസിലെ ബോണ്ടിങ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് അല്ലേ. അപ്പോൾ ഈ തന്മാത്രകൾ എന്ന് പറയുന്നതാണ് ശരിക്കും മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, തന്മാത്രകൾ എന്ന് പറയുന്നു. തീർച്ചയായും ഈ തന്മാത്രകളിൽ ആറ്റങ്ങളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ഒരു ബലമുണ്ടാവും അല്ലെ. അതിനെയാണ് നമ്മൾ ഇന്ന് കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ കെമിക്കൽ ബോണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കുറച്ച് തിയറികളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട. VSEPR തിയറി, വാലൻസ് ബോണ്ട് തിയറി, മോളിക്കുലർ ഓർബിറ്റ് തിയറി, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഈ ബോണ്ടിങ്ങിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമുക്ക് പറയാനുള്ളതാണ് രാസബന്ധനത്തോടുള്ള കോസൽ ലൂയിസ് സമീപനം. ഓക്കെ, കോസൽ ലൂയിസ് അപ്രോച്ച് ടു കെമിക്കൽ ബോണ്ടിങ്, അതാണ് ആദ്യം പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഈ ചാപ്റ്റർ. ഇതൊന്നും നമ്മുടെ ക്ലാസ്, ഐ മീൻ നമ്മുടെ സിലബസിൽ ഈ ഒരു ലൂയിസ് അപ്രോച്ച് ഒന്നും അങ്ങനെ എടുത്തു പറയുന്നില്ല. ബട്ട് ബോണ്ടിങ്ങിനെ കുറിച്ച് അറിഞ്ഞിരിക്കുമ്പോൾ ബേസിക്സ് അറിഞ്ഞു പോകുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്കോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് നോക്കാം. ഇലക്ട്രോണുകളെ അടിസ്ഥാനമാക്കി രാസബന്ധനത്തെ വിശദീകരിക്കുവാൻ പല ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. എന്നാൽ ഇതിനൊരു തൃപ്തികരമായ വിശദീകരണം 1916 ലൂയിസ്, കോസൽ എന്നിവർ പ്രത്യേകം നൽകിയതാണ്. ഉത്കൃഷ്ടവാതകങ്ങളുടെ നിഷ്ക്രിയതയെ അടിസ്ഥാനമാക്കി സംയോജകതയെ യുക്തിപരമായും ആദ്യമായും വിശദീകരിച്ചത് അവരാണ്. അപ്പോൾ വാതകങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നോബിൾ ഗ്യാസസ് ആണ് അല്ലെ. നമ്മുടെ നോൺ റിയാക്റ്റീവ് ആയിട്ടിരിക്കുന്ന നോബിൾ ഗ്യാസസിനെയാണ് ഈ ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറയുന്നത്. സോ ഇവരുടെ സംയോജകത, ഐ മീൻ അവരുടെ ബോണ്ടിങ്ങിനെ യുക്തിപരമായിട്ടും ആദ്യമായിട്ടും വിശദീകരിച്ചത് ആരാണ്? ഈ ലൂയിയും കോസലും കൂടെ ചേർന്നിട്ടാണ്. ഓക്കെ, ലൂയിസ് ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസിനെയും ആന്തരിക ഇലക്ട്രോണുകളെയും ചേർത്ത് കെർണൽ എന്ന് വിളിച്ചു. ഈ കെർണലിന് പോസിറ്റീവ് ചാർജ് ആണെന്നും ഇതിന് ചുറ്റുമായി ഒരു ക്യൂബിന്റെ 8 മൂലകളിലായി ബാഹ്യതമ ഇലക്ട്രോണുകളെ ക്രമീകരിച്ചിരിക്കുന്നതായും അദ്ദേഹം സങ്കല്പിച്ചു. ആയതിനാൽ ഒരു ആറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ലിന് പരമാവധി 8 ഇലക്ട്രോണുകൾ മാത്രമേ ഉൾക്കൊള്ളുവാൻ കഴിയുകയുള്ളൂ. സോഡിയം ആറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ മാത്രമുള്ളതിനാൽ ക്യൂബിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ മാത്രമേ ഇലക്ട്രോൺ ഉൾക്കൊള്ളുന്നുള്ളൂ. എന്നാൽ ഉത്കൃഷ്ടവാതകങ്ങളിൽ ക്യൂബിന്റെ 8 മൂലകളും ഇലക്ട്രോണുകളെ കൊണ്ട് നിറയുന്നു. ഈ അഷ്ടക ഇലക്ട്രോൺ സംവിധാനം സ്ഥിരതയുള്ള ഇലക്ട്രോൺ ക്രമീകരണത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഒന്നുമില്ല, 8 ഇലക്ട്രോണുകളാണ് എന്താ ഔട്ടർമോസ്റ്റ് ഷെല്ലില് എന്താണ് കൊള്ളിക്കുന്ന അത്രയും 8 ഇലക്ട്രോണുകളാണ് പരമാവധി ഉൾക്കൊള്ളാൻ കഴിയൂ എന്നാണ് ലൂയി പറയുന്നത്. അപ്പം ഇദ്ദേഹം എന്താണ് പറയുന്നത്, നമ്മുടെ ഒരു എക്സാമ്പിൾസ് ഒക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സോഡിയം ആറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ മാത്രമാണ് ഉള്ളത്. പിന്നെ എന്താണ് ക്യൂബിന്റെ 8 മൂലകളിലായിട്ട് വെക്കുന്ന ഒരു ഇതാണ് മോഡലാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷെ ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരെ പോസിബിൾ ആണ്. ആൻഡ് 8 ഇലക്ട്രോൺസ് ഉള്ള ആ സംവിധാനത്തെ എന്താണ് സ്ഥിരതയുള്ള ഇലക്ട്രോൺ ക്രമീകരണം എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ലൂയി പറഞ്ഞിരിക്കുന്നത് നോക്കാം. ആറ്റങ്ങൾ സ്ഥിരത കൈവരിക്കുന്നതിനായി അഷ്ടകം പൂർത്തിയാക്കുന്നത് രാസബന്ധനത്തിലൂടെയാണെന്നാണ് ലൂയിസ് പ്രസ്താവിച്ചത്. അതായത്
സ്റ്റെബിലിറ്റി കിട്ടാനായിട്ടാണ് ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കുന്നത് അല്ലെ. അഷ്ടകം പൂർത്തിയാക്കുന്നത് സ്റ്റെബിലിറ്റി കിട്ടാനാണ്. ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കുന്നത് എന്ത് വഴിയാണ്? രാസബന്ധനം അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ടിങ്ങിന്റെ ഹെൽപ്പോട് കൂടിയാണ് അവർ ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കുന്നത്. അതുവഴി അവർക്ക് എന്ത് കിട്ടുന്നു? സ്റ്റെബിലിറ്റി കിട്ടുന്നു. ഓക്കെ, ഇതാണ് പറഞ്ഞത്. അതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. സോഡിയത്തിന്റെയും ക്ലോറിന്റെയും കാര്യത്തിൽ ഇത് സാധ്യമാകുന്നത് ഒരു ഇലക്ട്രോൺ കൈമാറ്റം ചെയ്യുമ്പോഴാണ്. അതായത് സോഡിയം ഒരു ഇലക്ട്രോൺ ക്ലോറിന് വിട്ടുകൊടുക്കുകയും അപ്പം സോഡിയം എന്താണ്? Na പോസിറ്റീവ് അയോണായി മാറുക, അതായത് ഒരു കാറ്റയോൺ ആയി മാറുകയാണ് സോഡിയം ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ക്ലോറിൻ Cl- അയോൺ ആയും മാറും, അതായത് ക്ലോറിൻ ഒരു ആനയോൺ ആയി മാറും. അപ്പൊ Na പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കുമ്പോഴാണ് കാറ്റയോൺ ആവുന്നത്. ഇലക്ട്രോൺസ് സ്വീകരിക്കുന്നവരെന്താണ്? ആനയോൺസ് ആണ്. ആർക്കാണ് ഒരു എക്സ്ട്രാ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാകുക, അങ്ങനെ ഓർത്താലും മതി. ഓക്കെ, ഒരു എക്സ്ട്രാ നെഗറ്റീവ് ചാർജ് കിട്ടുന്ന എപ്പോഴാണ്? ഒരു ഇലക്ട്രോണെ സ്വീകരിക്കുമ്പോൾ. അപ്പൊ ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുകയും സോഡിയം എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതുവഴി എന്താണ്? ഇലക്ട്രോൺ കൈമാറ്റം സംഭവിക്കുന്നു. അപ്പൊ ഈ ഇലക്ട്രോൺ കൈമാറ്റം സംഭവിക്കുന്നത് വഴിയാണ് അവരെന്താണ്? ഒരു ബോണ്ട് ഫോം ചെയ്യുക അവിടെ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അതിന് മറ്റുള്ള എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ തുടങ്ങിയ തന്മാത്രകളുടെ കാര്യത്തിൽ രാസബന്ധനം നടക്കുന്നത് ആറ്റങ്ങൾ ഇലക്ട്രോണുകളെ പങ്കുവെക്കുന്നതിലൂടെയാണ്. ഈ പ്രക്രിയയിലൂടെ ഓരോ ആറ്റവും ബാഹ്യതമ ഷെല്ലിൽ അഷ്ടക ഇലക്ട്രോൺ സംവിധാനം കൈവരിക്കുന്നു. അപ്പം രണ്ട് തരത്തിൽ ബോണ്ടിങ് ഫോർമേഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കാം അല്ലെ, ഇലക്ട്രോൺ കൈമാറ്റം വഴി, അല്ലെങ്കിൽ എന്താണ്? ഇലക്ട്രോൺ പങ്കുവെക്കുന്നത് വഴി, ദാറ്റ് ഈസ് ഇലക്ട്രോൺ ഷെയറിംഗ് വഴി. ഓക്കെ, അപ്പം Na+Cl- എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഇലക്ട്രോൺ കൈമാറ്റം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയൊക്കെ എന്താണ്? ഇലക്ട്രോൺ ഷെയറിംഗ് നടക്കുന്നുണ്ടെന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ ഷെയറിംഗ് നടക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിനു മുന്നേ ലൂയിയുടെ പ്രതീകങ്ങൾ, അതായത് ലൂയിസ് സിംബൽസ് എങ്ങനെയാണ് എഴുതുന്നത്? അത് ജസ്റ്റ് ഒന്നുമില്ല, ബാലൻസ് ഇലക്ട്രോണുകളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സിംബൽസ് ആണ് ഈ ഒരു ലൂയിസ് സിംബൽസ് എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ലൂയിസ് പ്രതീകങ്ങൾ. ഒരു തന്മാത്ര ഉണ്ടാകുമ്പോൾ അതിലെ ആറ്റങ്ങളിലെ ആന്തരിക ഷെല്ലിലെ ഇലക്ട്രോണുകൾ രാസബന്ധനത്തിൽ ഏർപ്പെടുന്നില്ലെന്നും ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകൾ മാത്രമേ സംയോജനത്തിൽ പങ്കെടുക്കുകയുള്ളൂന്നും നമുക്ക് അറിയാവുന്നതാണ്. അതായത് ഔട്ടർമോസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോൺസ്, ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ആണ് എപ്പോഴും എന്താണ്? ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത്. ഓക്കെ, ഈ ഇലക്ട്രോണുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സംയോജക ഇലക്ട്രോണുകൾ, അല്ലെങ്കിൽ എന്താണ്? വാലൻസി ഇലക്ട്രോൺസ്. ഓക്കെ, ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോൺസ് ആണ് കെമിക്കൽ കോമ്പിനേഷൻ അല്ലെ കെമിക്കൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത്. ഈ ഇലക്ട്രോൺസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന്. അപ്പൊ ഒരു ആറ്റത്തിലെ സംയോജക ഇലക്ട്രോണുകളെ ആറ്റത്തിൽ പ്രതീകത്തിന് ചുറ്റുമായി കുത്തുകൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന രീതി ആദ്യമായി അവലംബിച്ചത് G.N. ലൂയിസ് എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ്. ഇതിനെ ലൂയിസ് പ്രതീകം എന്നാണ് വിളിക്കുന്നത്. ആവർത്തന പട്ടികയിലെ രണ്ടാമത്തെ പീരീഡിലെ മൂലകങ്ങളുടെ ലൂയിസ് പ്രതീകങ്ങൾ ചുവടെ ചേർത്തിരിക്കുന്നു അല്ലെ. ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. ഇത്ര ആൾക്കാരുടെ ലൂയിസ് സ്ട്രക്ചർ ആണ് കാണിച്ചിട്ടുള്ളത് അല്ലെ. അപ്പം ജസ്റ്റ് നിയോൺ നോക്കിക്കേ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്താണ്? 8 ഇലക്ട്രോൺസ് ഉണ്ട്. കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഔട്ടർ ഷെല്ലാണ് നിയോണിനുള്ളത്. ഫ്ലൂറിൻ നോക്കിക്കേ, എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 7 ഇലക്ട്രോണുകളാണ് ഫ്ലൂറിനുള്ളത് അല്ലെ. നിയോണിന് 8 ഉണ്ട്, ഫ്ലൂറിന് 6, ഓക്സിജൻ വന്നപ്പോഴത്തേക്കും ഫ്ലൂറിന് 7, ഓക്സിജൻ 6, നൈട്രജൻ എന്ന് പറയുമ്പോൾ എത്രയാണ്? 5, കാർബൺ 4, ബോറോൺ 3, ബെറിലിയം 2, ലിഥിയം 1. ഓക്കെ, അതാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ ജസ്റ്റ് സിംബലൈസ് ചെയ്ത് കാണിച്ചേക്കുവാണ്. ഓക്കെ, ഇനി ലൂയിസ് പ്രതീകങ്ങളുടെ പ്രാധാന്യം. ലൂയിസ് പ്രതീകങ്ങളിലുള്ള ഡോട്ടുകൾ ആറ്റങ്ങളെ സംയോജക ഇലക്ട്രോണുകളെ സൂചിപ്പിക്കുന്നതിനാൽ ഈ ഡോട്ടുകളുടെ എണ്ണം ഉപയോഗിച്ച് ഒരു മൂലകത്തിന്റെ ഗ്രൂപ്പ് സംയോജകത വളരെ എളുപ്പത്തിൽ കണക്കാക്കുവാൻ കഴിയും. ഗ്രൂപ്പ് സംയോജകത ഈസ് ഈക്വൽ ടു ഡോട്ടുകളുടെ എണ്ണം അല്ലെങ്കിൽ 8 - ഡോട്ടുകളുടെ എണ്ണം. അപ്പൊ എന്താണ്? ഗ്രൂപ്പ് വാലൻസി അല്ലെ. ഗ്രൂപ്പ് സംയോജകത എന്ന് പറയുന്നത് ഗ്രൂപ്പ് വാലൻസി ആണ്. ഈ വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണം വെച്ചിട്ട് നമുക്ക് ഗ്രൂപ്പ് വാലൻസി എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. അതായത് ഗ്രൂപ്പ് വാലൻസി ഓഫ് ദ എലമെന്റ്സ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ദ ലൂയിസ് സ്ട്രക്ചർ അല്ലെ, ലൂയിസ് സിമ്പൽ. ലൂയിസ് സിമ്പലിനകത്ത് ഡോട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നതാണ് ഗ്രൂപ്പ് വാലൻസി. ഓർ എന്താണ്? 8 - ഡോട്ടുകളുടെ എണ്ണം. 8ൽ നിന്ന് ഡോട്ടുകളുടെ എണ്ണം മൈനസ് ചെയ്യുന്നതായിരിക്കും എന്ന് പറയുന്നത് അവരുടെ വാലൻസി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായി രാസബന്ധനവുമായി ബന്ധപ്പെട്ട കോസൽ ചുവടെ കൊടുത്തിരിക്കുന്ന വസ്തുതകൾ അവതരിപ്പിച്ചു.
അത് നോക്കാം. ആവർത്തന പട്ടികയിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ ഹാലജനുകളെയും ഇലക്ട്രോപോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ ആൽക്കലി ലോഹങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്നത് ഉത്കൃഷ്ട മൂലകങ്ങളാണ്. അപ്പോൾ ഉത്കൃഷ്ട മൂലകങ്ങളാണ് ഈ നമ്മുടെ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള എന്താണ് ആൽക്കലി മെറ്റൽസും ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഹാലജൻസിന്റെയും ഇടയിൽ ഇരിക്കുന്ന ആരാണ്? നമ്മുടെ ഉത്കൃഷ്ട മൂലകങ്ങൾ, അല്ലെങ്കിൽ എന്താണ് നോബിൾ ഗ്യാസസ് ആണെന്ന് പറയാം. ഓക്കെ. ഒരു ഹാലജൻ ആറ്റം ഒരു ഇലക്ട്രോൺ നേടുമ്പോൾ നെഗറ്റീവ് അയോണും, ഒരു ആൽക്കലി ലോഹം ആറ്റം ഇലക്ട്രോൺ വിട്ടുകൊടുക്കുമ്പോൾ പോസിറ്റീവ് അയോണും ഉണ്ടാകുന്നു. നമ്മളിപ്പോൾ പറഞ്ഞാണ്, സോഡിയം ക്ലോറിന്റെ കാര്യത്തിൽ പറഞ്ഞാണ്. സോ അങ്ങനെ ഉണ്ടാകുന്ന നെഗറ്റീവ് അയോണും പോസിറ്റീവ് അയോണും സ്ഥിരതയുള്ള ഉത്കൃഷ്ടവാതക ഇലക്ട്രോൺ വിന്യാസം കൈവരിക്കുന്നു. ഹീലിയം ഒഴികെയുള്ള ഉത്കൃഷ്ടവാതകങ്ങളിൽ NS2 NP6 എന്ന ഇലക്ട്രോൺ വിന്യാസമുള്ള സ്ഥിരതയുള്ള അഷ്ടക സംവിധാനമുണ്ട്. ഹീലിയത്തിന് 2 ഇലക്ട്രോൺ സംവിധാനം മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ്, ഹീലിയം ഒഴികെയുള്ള ബാക്കി എല്ലാ നോബിൾ ഗ്യാസസിനും എന്താണ്, കംപ്ലീറ്റ്ലി ഫിൽഡ് ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ്. അതൊക്കെ അവർക്ക് അല്ലാതെ തന്നെ എന്താണ്, ഒക്ടക്റ്റ് ഉണ്ട്. ഓക്കെ, അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. സോ അവർക്ക് 8 ഇലക്ട്രോൺസ് ഉണ്ട്, കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും അങ്ങനെ ഇല്ലാത്തവർ പോസിറ്റീവ് അയോൺ ആയിട്ടും നെഗറ്റീവ് അയോൺ ആയിട്ടും എന്താണ് ഈ നോബിൾ ഗ്യാസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് ചെയ്യുന്നു, കൈവരിക്കുന്നു. അതുവഴി അവർക്ക് എന്തുണ്ടാവുന്നു, സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ കാര്യം പറയുന്നത്, ലൂയിസ് പറഞ്ഞത്. ദെൻ അടുത്തത്, ഈ നെഗറ്റീവ് അയോണുകളും പോസിറ്റീവ് അയോണുകളും സ്ഥിത വൈദ്യുത ആകർഷണത്തിലൂടെ സ്ഥിരത നേടുന്നു, അല്ലെ? അപ്പൊ ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോണും നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോണും എന്താണ്, അവർക്കൊരു ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ കിട്ടുന്നു, അല്ലെ? സ്ഥിത വൈദ്യുത ആകർഷണം എന്ന് പറയുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ വഴി എന്താണ്, അവർ സ്റ്റെബിലിറ്റി കൈവരിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ സ്റ്റെബിലിറ്റി കൈവരിക്കാനായിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അത് ഒന്നെങ്കിൽ ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്നത് വഴി, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വഴി എന്താണ്, കെമിക്കൽ ബോണ്ടിങ്ങിലൂടെ അവരത് നേടിയെടുക്കുന്നു. അത്രയാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. സോഡിയം ക്ലോറൈഡിന്റെ ഫോർമേഷൻ, അതായത് സോഡിയം നോക്കിക്കേ, സോഡിയം ആറ്റവും ക്ലോറിൻ ആറ്റവും സംയോജിപ്പിച്ച് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം, അല്ലെ? സോഡിയത്തിന് Na+ ആണ് ഇത്, പ്ലസ് ഒരു ഇലക്ട്രോൺ ആണിത് ഈ മൈനസ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിക്കേ, NAക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് നിയോൺ ആൻഡ് 3s1 ആണ്. അത് ഒരു ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കുമ്പോൾ നിയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയി മാറും. പിന്നെ ക്ലോറിനും ഒരു ഇലക്ട്രോണും കൂടെ ചേരുമ്പോൾ ഒരു Cl-. ഇവിടെ എന്താണ്, സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കുകയാണ്, ക്ലോറിൻ ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണ്, Cl- ആയി, അല്ലെ? അപ്പം അവർക്ക് എന്താണ്, രണ്ട് കേസിലും Na+ ആയപ്പോഴും Cl- ആയപ്പോഴും അവരെന്താണ്, അവർക്കൊരു നോബിൾ ഗ്യാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ അവർക്കൊരു ഒക്ടക്റ്റ് ഉണ്ടായി എന്ന് പറയാം. അത് കഴിഞ്ഞ് എന്താണ്, ഇവരുടെ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ വഴി ഇവർ തമ്മിൽ എന്താണ്, NaCl അല്ലെങ്കിൽ Na+Cl- എന്ന് പറയുന്ന ഒരു എന്താണ്, സോഡിയം ക്ലോറൈഡ് ഉണ്ടായി. ഓക്കെ അല്ലേ? സോ അതുവഴി അവർക്ക് ഒരു ബോണ്ടിങ്ങിലൂടെയാണ് എന്ത്, NaCl ഉണ്ടായത്. അതുപോലെ തന്നെ എന്താണ്, കാൽസ്യം ഫ്ലൂറൈഡിന്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, CaF2 എന്ന് പറയുന്നത്. അവിടെ ഇതേപോലെ തന്നെ കാൽസ്യം എന്താണ്, 2 ഇലക്ട്രോണുകളെ എന്താണ് കൊടുക്കുകയാണ്. ഓക്കെ, കൊടുത്ത് Ca2+ ആയി. ഹീലിയം എന്ന് സോറി ഫ്ലൂറിൻ എന്ന് പറയുന്നത് 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ആണ് ചെയ്യുന്നത്. ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യും, എന്നിട്ട് F- ആവുകയാണ്. അങ്ങനത്തെ 2 ഫ്ലൂറിൻ ആറ്റംസ് ഉണ്ടാവും. അത് ചേർന്നിട്ടാണ് CaF2 ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ പോസിറ്റീവ് അയനുകളും നെഗറ്റീവ് അയനുകളും തമ്മിൽ ഉണ്ടാകുന്ന സ്ഥിത വൈദ്യുതാകർഷണ ബലത്തെയാണ് അയോണിക ബന്ധം അഥവാ വൈദ്യുത സംയോജക ബന്ധം, ഇലക്ട്രോവാലൻ ബോണ്ട്, അല്ലെ? അപ്പൊ ഈ പോസിറ്റീവ് അയനും നെഗറ്റീവ് അയനും കൂടെ അട്രാക്ട് ചെയ്തിട്ടാണ് ഒരു ബോണ്ട് ഫോം ചെയ്ത് അവിടെ ഒരു എന്താണ്, അയോണിക ബന്ധം അഥവാ വൈദ്യുത സംയോജക ബന്ധനം എന്നാണ് ഇതിനെ നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ ഒരു അയോണിക യൂണിറ്റ് ചാർജിന്റെ എണ്ണമാണ് അതിന്റെ വൈദ്യുത സംയോജക. ഇലക്ട്രോ വാലൻസി എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് നമ്പർ ഓഫ് യൂണിറ്റ് ചാർജസ് ഓൺ ദി അയോൺ, അല്ലെ? അയോണിലുള്ള യൂണിറ്റ് ചാർജിന്റെ എണ്ണത്തിനെയാണ് നമ്മൾ ഇലക്ട്രോ വാലൻസി എന്ന് പറയുന്നത്. ഓക്കെ, ആയതിനാൽ കാൽസ്യത്തിന് 2 യൂണിറ്റ് പോസിറ്റീവ് വൈദ്യുത സംയോജകതയും ക്ലോറിന് 1 യൂണിറ്റ് നെഗറ്റീവ് വൈദ്യുത സംയോജകതയുമാണ് ഉള്ളത്. മനസ്സിലായല്ലോ? കോസലിന്റെ ഈ സങ്കല്പനങ്ങളാണ് ഇലക്ട്രോൺ കൈമാറ്റത്തിലൂടെയുള്ള അയോൺ രൂപീകരണത്തെക്കുറിച്ചും അയോണിക സംയുക്തങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ചുമുള്ള ആധുനിക ആശയങ്ങളിലേക്ക് വഴിതെളിച്ചത്. അയോണിക സംയുക്തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും അവയെ ചിട്ടപ്പെടുത്തുന്നതിനും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ വളരെയധികം സഹായമായി. അതേസമയം വളരെയധികം സംയുക്തങ്ങളുടെ രൂപീകരണത്തിന് തന്റെ ആശയങ്ങൾ ഫലപ്രദമാകുന്നില്ല എന്ന തിരിച്ചറിവും അദ്ദേഹത്തിനുണ്ടായി. അപ്പൊ ഇതിന് കുറച്ച് ഈ ഒക്ടക്ട് റൂള് അദ്ദേഹം കൊണ്ടുവന്ന ഈ ഒക്ടക്ട് റൂൾ ഉണ്ടല്ലോ, ഈ ഒക്ടക്ട് റൂളിന് കുറച്ച് ഡ്രോബാക്സ് ഒക്കെ ഉണ്ടെന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു. സോ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം, ഒക്ടക്ട് റൂള്.
അഷ്ടക നിയമം നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. ആറ്റങ്ങളുടെ രാസസംയോജനവുമായി ബന്ധപ്പെട്ട് 1916 ലൂയിസ് കോസൽ എന്നിവർ ഒരു സിദ്ധാന്തം ആവിഷ്കരിച്ചു. രാസബന്ധനവുമായി ബന്ധപ്പെട്ട ഈ ഇലക്ട്രോണിക സിദ്ധാന്തം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് ഇലക്ട്രോണിക് തിയറി ഓഫ് കെമിക്കൽ ബോണ്ടിങ്. ഇതനുസരിച്ച് ആറ്റങ്ങൾ സംയോജിക്കുമ്പോൾ അവയുടെ ബാഹ്യതമ ഷെല്ലിൽ അഷ്ടക സംവിധാനം പൂർത്തിയാക്കുന്നതായി സംയോജക ഇലക്ട്രോണുകളെ പരസ്പരം കൈമാറ്റം ചെയ്യുകയോ അതുപോലെ തന്നെ പങ്കുവെക്കുകയോ ചെയ്യാം. ഇത് അഷ്ടക നിയമം എന്ന് അറിയപ്പെടുന്നു. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് അഷ്ടക നിയമം. സോ അത് കഴിഞ്ഞിട്ടാണ് എന്ത് അടുത്തത് കോവാലന്റ് ബോണ്ടിലോട്ട് നമ്മൾ പോവാണ്. നമുക്ക് അയണിക് ബോണ്ടും കോവാലന്റ് ബോണ്ടും ആണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് നോക്കാനുള്ളത്. സോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കോവാലന്റ് ബോണ്ടിലോട്ട് പോവാം. ഓക്കെ, അപ്പം കോവാലന്റ് ബോണ്ട് അല്ലെങ്കിൽ സഹ സംയോജക ബന്ധനം. ഓക്കെ, ഒരു നിശ്ചലമായ ക്യൂബിന് ചുറ്റുമുള്ള ഇലക്ട്രോൺ ക്രമീകരണം എന്ന ആശയം ഒഴിവാക്കിക്കൊണ്ടും സഹസംയോജക ബന്ധനം എന്ന പദം ഉൾപ്പെടുത്തിക്കൊണ്ടും ലൂയിസിന്റെ സങ്കല്പങ്ങളെ ലാങ്മ്യൂർ എന്താണ് പരിഷ്കരിച്ചു. അപ്പൊ ലൂയിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് പരിഷ്കരിച്ച് ലാങ്മ്യൂർ എന്ന് പറയുന്ന ആള് അങ്ങനെ ക്ലോറിൻ തന്മാത്രയുടെ രൂപീകരണം ഉദാഹരണമായി എടുത്തുകൊണ്ട് നമുക്ക് ലൂയിസ് ലാങ്മ്യൂർ സിദ്ധാന്തം മനസ്സിലാക്കാം. ഇപ്പൊ ലൂയി ലാങ്മ്യൂർ സിദ്ധാന്തമാണ് നമ്മളിനി പറയാൻ പോകുന്നത് കോവലന്റ് ബോണ്ട് ഫോർമേഷനിൽ. സോ ആദ്യം നോക്കിക്കേ, ക്ലോറിൻ ആറ്റത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം നിയോൺ 3s2 3p5. നമുക്കറിയാം 17 ഇലക്ട്രോൺ ആണുള്ളത്. നിയോണിനകത്ത് 10, ബാക്കി 5 7, അങ്ങനെ 17 ഇലക്ട്രോണുകളാണ് ക്ലോറിനുള്ളത്. സോ അപ്പം ഔട്ടർ മോസ്റ്റ് ഷെല്ലിലാണ് ഈ കാണിച്ചിരിക്കുന്നത് 3s2 3p5. ഇതിന് തൊട്ടടുത്ത ഉത്കൃഷ്ടവാതകമായ ആർഗണിന്റെ ഇലക്ട്രോൺ വിന്യാസത്തേക്കാൾ ഒരു ഇലക്ട്രോൺ എന്താണ് കുറവാണ്. ആയതിനാൽ സ്ഥിരത കൈവരിക്കുന്നതിനായി 2 ക്ലോറിൻ ആറ്റങ്ങൾ ഒരു ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെക്കുന്നു. ഓരോ ക്ലോറിൻ ആറ്റവും ഓരോ ഇലക്ട്രോൺ വീതം സംഭാവന ചെയ്തുണ്ടാക്കുന്നതാണ് ഈ പങ്കുവെക്കൽ സാധ്യമാകുന്നത്. ഇതിലൂടെ ഓരോ ക്ലോറിൻ ആറ്റവും ബാഹ്യതമ ഷെല്ലിൽ ഉത്കൃഷ്ടവാതകത്തിന്റെ അഷ്ടക സംവിധാനം കൈവരിക്കുന്നു. അതായത് എന്താണ്, ക്ലോറിൻ ആറ്റംസ് കണ്ടില്ലേ? ക്ലോറിൻ ആറ്റംസിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 1 2 3 4 5 6 7. ഇവിടെ അതുപോലെ തന്നെ 7. അപ്പൊ 7 എണ്ണമായിട്ട് ഇരുന്നാൽ എന്താണ്, അവർക്ക് സ്റ്റെബിലിറ്റി ഇല്ല. കാരണം 8 ഇലക്ട്രോൺസ് ആകുമ്പോഴാണല്ലോ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റേബിൾ ആകുന്നത്. അപ്പൊ എന്താ ചെയ്യുന്നത്, ഓരോ ഈ ക്ലോറിൻ ആറ്റംസ് തമ്മിൽ ഓരോ ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. അപ്പൊ എന്താണ്, അവർക്കിടയിൽ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഉണ്ടാവും Cl ബോണ്ടഡ് ടു Cl, ക്ലോറിൻ ബോണ്ടഡ് ടു ക്ലോറിൻ. ഈ ഒരു ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്, 2 ഇലക്ട്രോൺസ് ആണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അവർ രണ്ടുപേരും എന്താണ്, ഇലക്ട്രോൺസിനെ എന്ത് ചെയ്തു, ഷെയർ ചെയ്തു. അപ്പൊ ഈ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് വഴി ഫോം ചെയ്ത ഈ ബോണ്ടിനെ നമുക്ക് എന്ത് വിളിക്കാം, നമ്മുടെ സഹസംയോജക ബന്ധനം അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ട് എന്ന് വിളിക്കാം. അപ്പൊ നോക്കിക്കേ, ഈ ചിത്രീകരണത്തെ ലൂയിസ് ഡോട്ട് ഘടന എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ഓരോ കുത്തുകളും സൂചിപ്പിക്കുന്നത് ഇലക്ട്രോണുകളെയാണ്. ഓക്കെ, നമ്മൾ ഈ കുത്തുകൾ സൂചിപ്പിച്ച നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, സോ ഒരേ ഇനത്തിലോ വ്യത്യസ്ത ഇനങ്ങളിലോ ഉള്ള ആറ്റങ്ങളെ സംയോജിക്കുമ്പോഴുണ്ടാകുന്ന എല്ലാത്തരം തന്മാത്രകൾക്കും താഴെ സൂചിപ്പിച്ചിരിക്കുന്ന നിബന്ധനകളോടെ ലൂയിസ് ഡോട്ട് ഘടന വരയ്ക്കുവാൻ കഴിയും. ഇനി എങ്ങനെയാണ് ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ അല്ലെങ്കിൽ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ അല്ലെങ്കിൽ ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്. സോ ഇവിടെ വരെ നമുക്ക് നോക്കാം. ഡിഫറെന്റ് ആറ്റംസ് എടുത്തിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നോക്കാം, ആറ്റങ്ങൾ തമ്മിൽ ഒരു ജോഡി ഇലക്ട്രോൺ പങ്കുവെക്കുമ്പോഴാണ് ഓരോ ബന്ധനവും ഉണ്ടാകുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഒരു ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്, 2 ഇലക്ട്രോൺ ആയിരിക്കും. ഓക്കെ, ദെൻ പങ്കുവെക്കപ്പെടുന്ന ഇലക്ട്രോൺ ജോഡിയിലേക്ക് സംയോജകത്തിൽ ഏർപ്പെടുന്ന ഓരോ ആറ്റവും ചുരുങ്ങിയത് ഒരു ഇലക്ട്രോൺ എങ്കിലും സംഭാവന ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോൾ അതായത് പെയറിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ ആറ്റംസും മിനിമം എന്താണ്, ഒരു ഇലക്ട്രോണിനെ എങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, സംഭാവന ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ പങ്കുവെക്കുന്നതിലൂടെ സംയോജകത്തിൽ ഏർപ്പെടുന്ന ഓരോ ആറ്റവും ഉത്കൃഷ്ടവാതകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എന്ത് ചെയ്യുന്നു, കൈവരിക്കുന്നു. അപ്പൊ അവർ ഷെയറിംഗിൽ ഏർപ്പെടുമ്പോൾ അവരെന്താണ്, ഒക്ടറ്റ് റൂള് അല്ലെങ്കിൽ ഒക്ടറ്റ് അവർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നു. അതുവഴി അവർക്ക് എന്ത് കിട്ടുന്നു, സ്റ്റെബിലിറ്റി കിട്ടുന്നു. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ആദ്യം നമ്മൾ വാട്ടറിന്റെ കാര്യമാണ് പറയുന്നത്. ജലതന്മാത്രയിലും കാർബൺ ടെട്രാക്ലോറൈഡ് തന്മാത്രയിലുമുള്ള സഹസംയോജക ബന്ധനം താഴെ കൊടുത്തിരിക്കുന്ന രീതിയിൽ ചിത്രീകരിക്കാം. നോക്കിക്കേ, ഹൈഡ്രജൻ ആറ്റം നോക്കി, ഹൈഡ്രജൻ ആറ്റങ്ങൾ ദ്വിക സംവിധാനവും ഓക്സിജൻ ആറ്റം അഷ്ടക സംവിധാനവും കൈവരിക്കുന്നു. ഹൈഡ്രജൻ ആറ്റത്തിന് നമുക്കറിയാം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്ന് പറയുന്നത് എത്രയാണ്, ഒരു 2 ഇലക്ട്രോൺസ്, ഒരു ഇലക്ട്രോണാണ് വരുന്നത്. അവരെന്താ ചെയ്യുന്നത്, 2 ഇലക്ട്രോണിനെ അങ്ങോട്ട് ഓരോ ഇലക്ട്രോണിനെ വീതം അങ്ങോട്ട് ഷെയർ ചെയ്യുന്നു അല്ലെ. അപ്പൊ ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുന്നു, ഈ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുന്നു. ഓക്സിജൻ വരുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണ് ഉള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 1 2 3 4 5 6 ഇലക്ട്രോണുകളാണ് ഉള്ളത് അല്ലെ. അപ്പൊ അവരെന്താണ്, ഈ ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോൺ കിട്ടുന്നു, ഇവിടുന്ന് ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോൺ കിട്ടുന്നു. അപ്പൊ എന്താണ്, അവർക്ക് 4 4 8 ഇലക്ട്രോൺ ആയി. അപ്പൊ അവരുടെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി. അപ്പം ഈ ദ്വികങ്ങൾ എന്ന് പറയുന്ന ഡുപ്ലറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ഹൈഡ്രജൻ ഡുപ്ലറ്റ് കംപ്ലീറ്റ് ആക്കും, ഓക്സിജൻ എന്ത് ചെയ്യുന്നു, ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കുന്നു. അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് രണ്ടുപേരും ഫിൽഡ് ആക്കി അവരെന്ത് ചെയ്യുന്നു, അവർക്ക് സ്റ്റെബിലിറ്റി കൈവരിക്കുന്നു. അങ്ങനെയാണ് ഹൈഡ്രജൻ ഓക്സിജൻ ആറ്റങ്ങളോട് ചേർന്നിട്ട് വാട്ടർ ഫോം ചെയ്യുന്നത്. ഓക്കെ, H2O
ഫോം ചെയ്യുന്നത്. സോ അതിന്റെ സഹസംയോജന ബന്ധനമാണ് നമ്മളിവിടെ കണ്ടത്. അതുപോലെ കാർബൺ ടെട്രാക്ലോറൈഡ്, അതായത് CCl4 അതാണ് കാർബൺ ടെട്രാക്ലോറൈഡ്. അതിന്റെ ബോണ്ട് ഫോർമേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, നടുക്ക് കാർബൺ കൊടുത്തിട്ടുണ്ട്, അതിന്റെ 4 ചുറ്റുമായിട്ട് എന്താണ് ക്ലോറിൻ ആറ്റംസ് കൊടുത്തിട്ടുണ്ട്, കാണാമല്ലോ. അപ്പൊ കാർബൺ എത്ര ഇലക്ട്രോണുകളാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്? എത്രയാണ്? 4 ഉള്ളത് അല്ലെ? കാർബൺ 4 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പൊ 4 ഇലക്ട്രോൺ കാർബൺ എന്താണ് ഓരോ ക്ലോറിൻ ആറ്റം ആയിട്ട് എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യുന്നു. ക്ലോറിൻ ആറ്റം അപ്പൊ എന്താണ്? ഒരു ഇലക്ട്രോൺ കാർബണുമായിട്ട് ഷെയർ ചെയ്യുന്നു, ഓരോ ക്ലോറിൻ ആറ്റം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ക്ലോറിന് 7 ഇലക്ട്രോൺസ് ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത്. ഒരു ഇലക്ട്രോണോട് ചേർന്ന് 8 ഇലക്ട്രോൺ ആവും. അപ്പൊ കാർബണിന്റെ ഓരോ ഇലക്ട്രോണുകൾ വീതം ഓരോ ക്ലോറിനും ഷെയർ ചെയ്യുന്നു. ക്ലോറിന്റെ ഓരോ ഇലക്ട്രോണുകൾ കാർബണും അങ്ങോട്ട് ഷെയർ ചെയ്യുന്നു. അപ്പൊ ടോട്ടലി നോക്കുവാണെങ്കിൽ എന്താണ്? കാർബൺ 8 ഇലക്ട്രോൺസ് ആവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ. അതേപോലെ തന്നെ ക്ലോറിനും എന്താണ്? 8 ഇലക്ട്രോൺസ് കിട്ടുന്നു അല്ലെ? അങ്ങനെ രണ്ടുപേരും 8 ഇലക്ട്രോൺസ് വെച്ച് കിട്ടുന്നു. അപ്പോൾ എന്താണ്? CCl4 എന്ന് പറയുന്ന ബോണ്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ രണ്ട് ആറ്റങ്ങൾ ഒരു ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെക്കുമ്പോൾ ഒരു ഏകബന്ധനം ഉണ്ടാകുന്നു അല്ലെ? ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് അവിടെ ഷെയർ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താണ്? സിംഗിൾ ബോണ്ട് ആയിരിക്കും ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ എന്താണ്? മൾട്ടിപ്പിൾ ബോണ്ട്സ് ഉണ്ടാക്കാം. 2 പെയർ ഷെയർ ചെയ്യുവാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഡബിൾ ബോണ്ട് ഉണ്ടാവും. അതുപോലെ 3 ബോണ്ട് ഷെയർ ചെയ്യുമ്പോൾ അവിടെ എന്താണ്? ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവും. സോ അതിന്റെയൊക്കെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതെന്താണ്? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് നോക്കിയാൽ ഡബിൾ ബോണ്ട് ആണ്, C≡O ആണ്. അപ്പോൾ ഓക്സിജൻ കാർബണുമായിട്ട് നോക്കിക്കേ, ഒരു ഓക്സിജനും കാർബണും തമ്മിൽ 2 പെയർ ഓഫ് ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നുണ്ട്. അടുത്ത ആളുമായിട്ട് 2 പെയർ ഓഫ് ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നുണ്ട്. ടോട്ടൽ നോക്കുവാണെങ്കിൽ എന്താണ്? ഇവർക്ക് 8 ഇലക്ട്രോൺസ് ഉണ്ട് താനും അല്ലെ? എല്ലാവർക്കും ഓക്സിജനും കാർബണും അടുത്ത ഓക്സിജനും എന്താണ്? 8 ഇലക്ട്രോൺസ് കൈവരിക്കുന്നു. അതുവഴി അവർക്ക് എന്താണ്? സ്റ്റെബിലിറ്റി കിട്ടുന്നു, ആ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നു. ഇതേപോലെ തന്നെ നമുക്ക് C2H4 എതീൻ്റെ കേസിൽ ഇതേപോലെ തന്നെ ബോണ്ട് ഫോം ചെയ്യുന്നു. ദെൻ ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യുന്നത് നൈട്രജന്റെ കേസിൽ നിങ്ങൾക്കറിയാം. അവിടെ എന്താ? 3 പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ആണ് അവർ എന്ത് ചെയ്യുന്നത്? പരസ്പരം 2 നൈട്രജൻ ആറ്റംസ് എന്താണ് ഷെയർ ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ നമ്മുടെ ഇതൈൻ C2H2 അതിനകത്ത് നമുക്ക് കാണാം ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സഹസംയോജന ബന്ധനം അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ട് മെയിൻലി ഫോം ബൈ ദ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് അല്ലെ? ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് അതുവഴി ഒക്ടറ്റ് അവർ കംപ്ലീറ്റ് ആക്കുന്നു. ദെയർബൈ ദേ ആർ അറ്റൈനിങ് സ്റ്റെബിലിറ്റി. അതാണ് എന്താ നമുക്ക് കോവാലന്റ് ബോണ്ടിനെ കുറിച്ച് പറയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സോ ഇനി ജസ്റ്റ് ഇവിടെ കുറച്ച് ലൂയിസ് സ്ട്രക്ചറിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറയുന്നത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. ഓക്കെ, അഷ്ടക നിയമത്തിന്റെ ഇലക്ട്രോൺ പങ്കുവെക്കലിന്റെയും അടിസ്ഥാനത്തിൽ തന്മാത്രകളിലെയും അയോണുകളുടെയും രാസബന്ധനം സൂചിപ്പിക്കുന്ന ഒരു ചിത്രമാണ് ലൂയിസ് ഡോട്ട് ഘടന നൽകുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു തന്നെ, ഇപ്പൊ കണ്ട ആ സ്ട്രക്ചറിനെയാണ് ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ അല്ലെങ്കിൽ ലൂയിസ് ഡോട്ട് ഘടന എന്ന് പറയുന്നത്. ഒരു തന്മാത്രയുടെ സ്വഭാവത്തെയും അതിലെ ബന്ധനത്തെയും പറ്റി സമ്പൂർണ്ണമായ ഒരു ചിത്രം ഇത് നൽകുന്നില്ലെങ്കിലും ഇവയെക്കുറിച്ചൊരു വലിയ അളവ് വരെ മനസ്സിലാക്കുവാൻ ഈ ചിത്രീകരണം സഹായിക്കുന്നു. അതുകൊണ്ട് തന്മാത്രകളുടെ ലൂയിസ് ഡോട്ട് ഘടന വളരെയധികം പ്രയോജനപ്രദമാണ്. ഒരു തന്മാത്രയുടെ ലൂയിസ് ഘടന എഴുതുന്നതിന് താഴെ പറയുന്ന ഘട്ടങ്ങൾ അവലംബിക്കാം. ഏതൊക്കെയാണ്? ആദ്യമായി ലൂയിസ് ഘടന എഴുതുന്നതിനായി ആവശ്യമായ ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം കണക്കാക്കുക. ഇത് തന്നിരിക്കുന്ന തന്മാത്രകളിലെ ഓരോ ആറ്റങ്ങളുടെയും സഹസംയോജക ഇലക്ട്രോണുകളുടെ ആകെ എണ്ണത്തിന് തുല്യമായിരിക്കും. അപ്പോൾ ഉദാഹരണമായി മീഥെയ്ൻ തന്മാത്രയിൽ ബന്ധനത്തിനായി ലഭ്യമാകുന്ന ആകെ സംയോജക ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. കാർബണിൽ നിന്ന് 4 എണ്ണവും 4 ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്ന് 4 എണ്ണവും അല്ലെ? നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പം അത് തന്നെ അവരൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അടുത്ത നോക്കിക്കേ, ആനയോണുകളുടെ കാര്യത്തിൽ ആകെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം നെഗറ്റീവ് ചാർജിന് തുല്യമായ എണ്ണം ഇലക്ട്രോണുകൾ കൂട്ടിച്ചേർക്കുകയും കാറ്റയോണുകളുടെ പോസിറ്റീവ് ചാർജിന് തുല്യമായ ഇലക്ട്രോണുകൾ കുറയ്ക്കുകയും വേണം. ഉദാഹരണമായി കാർബണേറ്റ് CO3 2- ആണ് കാർബണേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കാർബണേറ്റ് അയോണിൽ കാർബൺ ആറ്റത്തിലും ഓക്സിജൻ ആറ്റത്തിലുമുള്ള ആകെ സംയോജക ഇലക്ട്രോണുകളോടൊപ്പം 2 കൂട്ടുകയും അമോണിയം അയോണിൽ NH4 പോസിറ്റീവ് ആണ്. അപ്പൊ ന്യൂട്രൽ ആറ്റങ്ങളുടെ ആകെ സംയോജക ഇലക്ട്രോണുകളിൽ നിന്നും 1 കുറയ്ക്കുകയും വേണം. അപ്പൊ ഒന്നുമില്ല, കാർബൺ CO3 2- കാർബണേറ്റ് എന്ന് പറയുന്ന അയോൺ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അവരുടെ അതായത് അയോണിൽ കാർബൺ ആറ്റത്തിന്റെയും ഓക്സിജൻ ആറ്റത്തിന്റെയും ആകെ സംയോജക ഇലക്ട്രോണിനൊപ്പം 2 എന്ത് ചെയ്യണം? കൂട്ടുകയും വേണം. കാരണം 2- ആണ്. 2- എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇലക്ട്രോൺസ് അവരെന്താണ് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയത്ത് NH4 പോസിറ്റീവ് അതായത് അമോണിയം അയോൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇലക്ട്രോണിനെ എന്താണ്? കുറയ്ക്കുകയാണ്, വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പോസിറ്റീവ് എന്ന കാരണം ഒരു ഇലക്ട്രോണിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നോക്കിക്കേ, സംയോജിക്കുന്ന ആറ്റങ്ങളുടെ പ്രതീകങ്ങളെക്കുറിച്ചും സംയുക്തത്തിന്റെ ഏകദേശ ഘടനയെക്കുറിച്ചുമുള്ള ധാരണ ഉപയോഗപ്പെടുത്തി ഈ ഇലക്ട്രോണുകളെ ആകെ ബന്ധനങ്ങൾക്ക് അനുപാതകമായി ബോണ്ടിംഗ് ഇലക്ട്രോൺ ജോഡികളായി ആറ്റങ്ങൾക്കിടയിൽ വിന്യസിക്കുക.
സാധാരണയായി ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ ആറ്റത്തെ തന്മാത്രയുടെ അഥവാ അയോണിന്റെ കേന്ദ്രസ്ഥാനമായി ക്രമീകരിക്കുന്നു. ഉദാഹരണമായി NF3 CO3 2- എന്നിവയിൽ കേന്ദ്രസ്ഥാനത്തിനായി യഥാക്രമം നൈട്രജൻ, കാർബൺ എന്നീ ആറ്റങ്ങളും അഗ്രഭാഗങ്ങളിലായി ഫ്ലൂറിൻ, ഓക്സിജൻ എന്നീ ആറ്റങ്ങളും ക്രമീകരിക്കുന്നു. അപ്പൊ എന്താണ്, ഈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ ആറ്റത്തെ ആയിരിക്കും നമ്മൾ ഈ ഒരു സ്ട്രക്ചറിനകത്ത് ഏറ്റവും നടുക്ക് വെക്കുന്നത്. ഓക്കെ, അതായത് NF3-ക്കകത്താണെങ്കിൽ നൈട്രജനെയും CO3 2- ആണെങ്കിൽ ആരെയാണ്, കാർബണെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു സ്ട്രക്ചറിന്റെ നടുക്ക് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതെന്ന് വെച്ചാൽ ഈ ഒരു ഫിഗറിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കണ്ടോ, ലൂയിസ് ഘടന ഓരോ എന്താണ് ആറ്റംസ് അല്ലെങ്കിൽ അയോൺസിന്റെ ഒക്കെ ലൂയിസ് ഘടനയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹൈഡ്രജൻ ആറ്റം കണ്ടില്ലേ, ഹൈഡ്രജൻ മോളിക്യൂള് അതിന്റെ 2H ഒരു സിംഗിൾ ബോണ്ട് ഫോം ചെയ്ത് അവർ ഇത് ഫോം ചെയ്യുന്നു. ഓക്സിജൻ ഇതേപോലെ തന്നെ ഡബിൾ ബോണ്ടഡ് ആവുന്നു. O3 വരുമ്പോൾ നോക്കിക്കേ, ഈ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ ആണ് കിട്ടുന്നത്. ദെൻ അടുത്തത് NF3, N ആണ് നമ്മൾ സെന്ററിൽ പ്ലേസ് ചെയ്തത്. അത് തന്നെ CO3 2- കാർബൺ ആണ് സെന്ററിൽ. അപ്പൊ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റത്തിനെയാണ് നമ്മൾ സെന്ററിൽ പ്ലേസ് ചെയ്തേക്കുന്നതാണ് പറയുന്നത്. അത് എങ്ങനെയാണ് ഡോട്ട് സ്ട്രക്ചർ വരയ്ക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇനി ഏകബന്ധനത്തിന് ആവശ്യമായ ഇലക്ട്രോൺ ജോഡികളെ വിന്യസിച്ചതിന് ശേഷം അവശേഷിക്കുന്ന ഇലക്ട്രോണുകളെ ഓരോ ആറ്റത്തിനും അഷ്ടക സംവിധാനം ലഭിക്കത്തക്ക രീതിയിൽ ബഹുബന്ധനത്തിനായോ ഏകാന്ത ജോഡി ഇലക്ട്രോണുകളായോ വിന്യസിക്കുക. ചില തന്മാത്രകളുടെ അല്ലെങ്കിൽ അയോണുകളുടെ ലൂയിസ് ചിത്രീകരണം പട്ടികയിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ, അതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഒക്ടേറ്റ് കംപ്ലീറ്റ് ആക്കുക. മെയിൻ ആയിട്ട് ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്ത് ഒക്ടേറ്റ് കംപ്ലീറ്റ് ആക്കുക. ഇതാണ് ലൂയിസ് സ്ട്രക്ചർ നമുക്ക് റെപ്രസെന്റ് ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. കാർബൺ മോണോക്സൈഡ് തന്മാത്രയുടെ ലൂയിസ് ഡോട്ട് ഘടന എഴുതുക. കാർബൺ മോണോക്സൈഡിന് നോക്കിക്കേ, ഇതായിരിക്കും ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ. ദെൻ ഇതാണ് സ്ട്രക്ചർ കേട്ടോ. ഇതാണ് ഫൈനൽ സ്റ്റെപ്പ് വരുമ്പോഴത്തേക്കും ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരിക. സോ അടുത്തത് നൈട്രജൻ NO2- ആണ് കേട്ടോ. ഇറ്റ് ഇസ് നൈട്രേറ്റ് അയോൺ ആണ്. നൈട്രേറ്റ് അയോണിന്റെ ലൂയിസ് ഘടന എഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ ആയിരിക്കും നൈട്രേറ്റ് അയോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് കോവലന്റ് ബോണ്ടിങ്ങിനെ കുറിച്ച് പറയുന്നത്. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ, ഫോർമൽ ചാർജ്, അതുപോലെ തന്നെ ഈ ഒരു അഷ്ടക നിയമത്തിന്റെ പോരായ്മകൾ, ഇതൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. കുറച്ച് എക്സെപ്ഷണൽ കേസസ് ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് അയോണിക ബന്ധനം അഥവാ വൈദ്യുത സംയോജക ബന്ധനം, അതായത് അയണിക് ബോണ്ടിങ് ആണ് നമുക്ക് അടുത്ത് നോക്കാനായിട്ടുള്ളത്. അയണിക ബന്ധനം അഥവാ വൈദ്യുത സംയോജക ബന്ധനം. അയണിക ബന്ധന രൂപീകരണവുമായി ബന്ധപ്പെട്ട കോസൽ-ലൂയിസ് സമീപന പ്രകാരം അയോണിക സംയുക്തങ്ങളുടെ രൂപീകരണം പ്രാഥമികമായി ആശ്രയിക്കുന്നത് താഴെ പറയുന്നവയെയാണ്. അതായത് കോസൽ-ലൂയിസിന്റെ തിയറി പ്രകാരം അയണിക് ബോണ്ട് അല്ലെങ്കിൽ നമ്മുടെ വൈദ്യുത സംയോജക ബന്ധം, അതായത് ഇലക്ട്രോ വാലന്റ് ബോണ്ട്. ഓക്കെ, ഈ അയണിക് ബോണ്ടിന്റെ ഫോർമേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. സോ ഫസ്റ്റ് വൺ നോക്കാം. ന്യൂട്രൽ ആറ്റങ്ങളിൽ നിന്ന് പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും ഉണ്ടാകാനുള്ള എളുപ്പം അല്ലെ. ഒരു ന്യൂട്രൽ ആയിട്ടിരിക്കുന്ന ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ലോസ് ആയി ഒരു പോസിറ്റീവ് അയണോ അല്ലെ ഇലക്ട്രോൺ ഗെയിൻ ആയി ഒരു നെഗറ്റീവ് അയണോ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഈസിനെസ്, അതിൻ്റെ എളുപ്പം, ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ബോണ്ട് ഫോർമേഷൻ, അയണിക് ബോണ്ട് ഫോർമേഷൻ ഇരിക്കുന്നത്. അതുപോലെ പരൽ രൂപത്തിലുള്ള സംയുക്തത്തിന്റെ ജാലികയിലെ പോസിറ്റീവ് അയോണുകളെയും നെഗറ്റീവ് അയോണുകളുടെയും ക്രമീകരണം, അതായത് സോളിഡ് സ്റ്റേറ്റിലിരിക്കുന്ന നമ്മുടെ കോമ്പൗണ്ട്സ്. ഓക്കെ, സോളിഡ് സ്റ്റേറ്റിലിരിക്കുന്ന കോമ്പൗണ്ട്സിന്റെ ജാലിക എന്ന് പറയുന്ന ലാറ്റിസ് ആണ്. ലാറ്റിസ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നത് എന്താണ്, അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്, അതിനെയാണ് നമ്മൾ ലാറ്റിസ് എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ ഈ അറേഞ്ച്മെന്റിൽ പോസിറ്റീവ് അയോണിന്റെയും നെഗറ്റീവ് അയോണുകളുടെയും എങ്ങനെയാണ് ഈ ഒരു ലാറ്റിസിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അയണിക് ബോണ്ട് ഇരിക്കുന്നത്. അതുപോലെ ഒരു നിർവീര്യ ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ നീക്കം ചെയ്യുന്നതിലൂടെ ഒരു പോസിറ്റീവ് അയോൺ, നമ്മൾ പറഞ്ഞു റിമൂവൽ ഓഫ് ഇലക്ട്രോൺ, അതിനെയാണ് അയണൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അയണീകരണം, റിമൂവൽ ഓഫ് ഇലക്ട്രോൺ, ഒരു പോസിറ്റീവ് അയോണും ഉണ്ടാകും. അതുപോലെ തന്നെ ഇലക്ട്രോൺ കൂട്ടിച്ചേർക്കുന്നതിലൂടെ ഒരു നെഗറ്റീവ് അയോണും ഉണ്ടാകും അല്ലെ. ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ആറ്റത്തിൽ ഇലക്ട്രോൺ നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ അവിടെ എന്താണ്, ഒരു നെഗറ്റീവ് അയോൺ ഉണ്ടാവും. സോ അത് നോക്കാമല്ലോ. അവിടെ Mg gives a Mg plus
പ്ലസ് ഇലക്ട്രോൺ. ഓക്കെ, ഇത് ഇലക്ട്രോൺ ആണ്. അപ്പം Mg, അതായത് മാഗ്നീഷ്യം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തപ്പോഴത്തേക്കും അതൊരു കാറ്റയോൺ ആയി മാറി. അതാണ് അയനീകരണ എൻതാൽപ്പി. അവിടെ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് അയനീകരണ എൻതാൽപ്പി എന്നാണ് പറയുന്നത്. സോ അത് ഒരു എക്സാമ്പിൾ പോലെ കൊടുത്തിട്ടുണ്ട്. എക്സ്, എനി എലമെന്റ് എക്സ് ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ് പ്ലസ് ഇലക്ട്രോൺ ഗിവ്സ് എക്സ് മൈനസ്, അതാണ് ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി ആണ് ഇവിടെ ഫോം ചെയ്യുന്ന എൻതാൽപ്പി എന്ന് പറയുന്നത്. പിന്നെ എം എക്സ് മൈനസ് ഗിവ്സ് എം എക്സ്, ഇവിടെ ജാലിക എൻതാൽപ്പി ലാറ്റസ് എൻതാൽപ്പി ആണ്. ഒക്കെ എന്താന്ന് പറയാം. സോ അയനീകരണ എൻതാൽപ്പി എന്ന് പറയുന്നത് അയനൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ലാസ്റ്റ് ജാലിക എൻതാൽപ്പി എന്ന് പറയുന്നത് ലാറ്റസ് എൻതാൽപ്പി ആണ്. സോ അതെന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. വാതക അവസ്ഥയിലുള്ള ഒരു ആറ്റം അതിന്റെ നിമ്നോർജ അവസ്ഥയിൽ, അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്, ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുമ്പോഴുണ്ടാകുന്ന എൻതാൽപ്പി വ്യത്യാസത്തെയാണ് ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു ഗേഷ്യസ് ഫോമിലിരിക്കുന്ന ഒരു ആറ്റം ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി വ്യത്യാസത്തിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി. ഇനി ഇലക്ട്രോൺ സ്വീകരിക്കുന്ന പ്രക്രിയ താപശോഷകമോ താപമോചകമോ ആകാം. ഇതാ നിങ്ങൾക്ക് അറിയാം, എൻഡോതെർമിക് ആൻഡ് എക്സോതെർമിക്. എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ എന്താണ്, എനർജി അബ്സോർബ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, അതാണ് താപശോഷകം. താപമോചകം എന്ന് പറയുന്നത് എന്താണ്, എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സ്, അതായത് എക്സോതെർമിക് പ്രോസസ്സ്. അപ്പോൾ ഒന്നെങ്കിൽ ഈ ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ഈ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് താപശോഷകമോ ആകാം, അല്ലെങ്കിൽ മോചകമോ ആകാം. അപ്പം ഇലക്ട്രോൺ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി എന്ന് പറയുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ റിയാക്ഷൻ എന്ന് പറയുന്നത് താപശോഷകം അല്ലെങ്കിൽ താപമോചകമോ ആകാം. ഇനി എന്നാൽ അയനീകരണ പ്രക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ്. ഓക്കെ, അത് എല്ലായ്പ്പോഴും എന്താണ്, താപശോഷകമാണ്, അതായത് എനർജി അബ്സോർബിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത്, റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ താപശോഷകമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇനി സാധാരണയായി നെഗറ്റീവ് ചിഹ്നം ചേർത്ത ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പിയെ ഇലക്ട്രോൺ പ്രതിപത്തി എന്ന് പറയുന്നു. അപ്പോൾ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിക്ക് നെഗറ്റീവ് സൈൻ കൊടുത്താൽ, അല്ലെ നെഗറ്റീവ് ചിഹ്നം കൊടുത്താൽ കിട്ടുന്ന സാധനമാണ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിക്കേ, അയനീകരണ ഊർജം താരതമ്യേന കുറഞ്ഞ മൂലകങ്ങളും ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി താരതമ്യേന കൂടുതൽ നെഗറ്റീവായ മൂലകങ്ങളും തമ്മിൽ വളരെ എളുപ്പത്തിൽ അയോണിക ബന്ധനം രൂപീകൃതമാകുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അയനൈസേഷൻ എനർജി എന്താണ്, കുറഞ്ഞ മൂലകങ്ങളും അതുപോലെ ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി, അതായത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി താരതമ്യേന കൂടുതൽ നെഗറ്റീവായ മൂലകങ്ങളും തമ്മിൽ എന്താണ്, വളരെ എളുപ്പത്തിൽ അയണിക് ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, അതാണ് പറയുന്നത്. ദെൻ മിക്ക അയോണിക സംയുക്തങ്ങളിലും ലോഹീയ മൂലകത്തിൽ നിന്ന് കാറ്റയോണും അലോഹീയ മൂലകത്തിൽ നിന്ന് ആനയോണും ഉണ്ടാകുന്നു. ഇതിനൊരു അപവാദമാണ് അമോണിയം അയോൺ എന്ന് പറയുന്നത്. ഓക്കെ, അനേകം അയോണിക സംയുക്തങ്ങളുടെ കാറ്റയോണോ കാറ്റയോണായ ഇത് രണ്ട് അലോഹീയ മൂലകങ്ങൾ ചേർന്ന് ഉണ്ടായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ പറയുന്നത് എന്താണ്, മോസ്റ്റ് ഓഫ് ദ അയണിക് കോമ്പൗണ്ട്സ് എന്താണ്, കാറ്റയോൺസും ആനയോൺസും ഫോം ചെയ്യുന്നത്. കാറ്റയോൺസ് മെറ്റാലിക് എലമെന്റ്സിന് അലോഹിയ എന്ന് പറഞ്ഞാൽ മെറ്റാലിക് എന്നാണ്. അലോഹിയ മൂലകം എന്ന് പറയുന്നത് നോൺ മെറ്റാലിക് ആയിട്ടുള്ള എലമെന്റ്സ്. ഓക്കെ, അപ്പോൾ ലോഹീയ എലമെന്റുകളിൽ നിന്ന്, അതായത് മെറ്റാലിക് എലമെന്റിൽ നിന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്, കാറ്റയോൺസ് ഫോം ചെയ്യുന്നത്. അതുപോലെ ആനയോൺസ് ഫോം ചെയ്തിരിക്കുന്നത് നോൺ മെറ്റാലിക് എലമെന്റ്സിൽ നിന്നാണ്. ഇതിനൊരു എക്സെപ്ഷണൽ കേസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ അമോണിയം അയോൺ ആണ്. ഇത് NH4+ ആണ്, അമോണിയം അയോൺ ആണ്. അതെന്താണ്, രണ്ട് നോൺ മെറ്റാലിക് എലമെന്റ്സ് വഴിയാണ് അത് എന്ത് ചെയ്തത്, ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി എന്താ, പരൽ ഘടനയുള്ള അയോണിക സംയുക്തങ്ങളിൽ വൈദ്യുതാകർഷണ പാരസ്പര്യ ഊർജം ഉപയോഗിച്ച് ബന്ധിപ്പിച്ച കാറ്റയോണുകളും ആനയോണുകളും ത്രിമാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ സംയുക്തങ്ങൾക്ക് പലതരത്തിലുള്ള പരൽ ഘടനയാണുള്ളത്. ഇവ അയോണുകളുടെ വലിപ്പത്തെയും അവയുടെ പരലിലെ ക്രമീകരണത്തെയും മറ്റു പല ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. ഉദാഹരണമായി സോഡിയം ക്ലോറൈഡിന്റെ ക്രിസ്റ്റൽ ഘടന താഴെ കൊടുത്തിരിക്കുന്നു. അതായത് അയനിക് കോമ്പൗണ്ട്സിന് എപ്പോഴും എന്താ, പരൽ ഘടന സോളിഡ് ക്രിസ്റ്റലൈൻ സ്റ്റേറ്റിനെയാണ് ഈ പരൽ ഘടന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്രിസ്റ്റലൈൻ സ്റ്റേറ്റിൽ അവരെന്താണ്, ഒരു 3 ഡയമെൻഷണൽ ആയിട്ടുള്ള അറേഞ്ച്മെന്റ്, ഇപ്പം സോഡിയം ക്ലോറൈഡിന്റെ ഒരു അറേഞ്ച്മെന്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം അയണിക് കോമ്പൗണ്ട്സ് ക്രിസ്റ്റലൈൻ സ്ലേറ്റിലിരിക്കുന്നവരെ നമ്മൾ 3 ഡയമെൻഷണൽ ഫോമിലാണ് കാറ്റയോൺസും ആനയോൺസും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് അവർ തമ്മിലുള്ള ആ ഒരു ഈ കാറ്റയോൺസും ആനയോൺസും തമ്മിലുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, കുളുംബിക് അട്രാക്ഷൻ ആണ് ഉള്ളത്. ഓക്കെ, ഇവ അയോണുകളുടെ വലിപ്പത്തെയും അതുപോലെ തന്നെ പരലിലെ ക്രമീകരണത്തെയും മറ്റു പല ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പം ഈ ഒരു
ഈ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു അയണിക് കോമ്പൗണ്ട്സ് എന്തിനെയൊക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? അവരുടെ സൈസ് ഓഫ് ദ അയോൺസ്, അതുപോലെ തന്നെ അവരുടെ അറേഞ്ച്മെന്റ്, അതുപോലെ തന്നെ മറ്റു പല ഫാക്ടേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവരുടെ ഒരു അയണിക് കോമ്പൗണ്ട്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. സോ ദ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓഫ് സോഡിയം ക്ലോറൈഡ് ആണ് നമ്മൾ ഈ താഴെ കാണുന്നത്. ഓക്കെ, ഇനി നോക്കാം എന്താ ഇവിടെ പറയുന്നത്. അയോണിക സംയുക്തങ്ങളിൽ ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പിയുടെയും അയോണീകരണ ഊർജത്തിന്റെയും ആകെത്തുക പോസിറ്റീവ് ആകാം. എന്നിട്ടും എന്തുകൊണ്ടാണ് അവയുടെ ക്രിസ്റ്റൽ ഘടന സ്ഥിരതയുള്ളതായിരിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇത്തരം സംയുക്തങ്ങളുടെ ജാലിക രൂപീകൃതമാകുമ്പോൾ ഊർജം പുറന്തള്ളുന്നത് കൊണ്ടാണിത്. ഉദാഹരണമായി സോഡിയം എൻ എയിൽ നിന്ന് Na+, ഓക്കെ, എൻ എയിൽ നിന്ന് Na+ ഫോർമേഷൻ ചെയ്യുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോൺ രൂപീകൃതമാകുന്നതിന് ആവശ്യമായ അയനീകരണ ഊർജ്ജം 495.8 കിലോ ജൂൾ പെർ മോൾ ആണ്. എന്നാൽ ക്ലോറിൻ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ട് Cl ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ട് Cl- എന്ന പ്രക്രിയയുടെ ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി വെറും -348.7 കിലോ ജൂൾ പെർ മോൾ മാത്രമാണ്. ഈ രണ്ട് ഊർജങ്ങളുടെയും കൂടി തുക 147.1 കിലോ ജൂൾ പെർ മോൾ ആണ്. NaCl രൂപീകൃതമാകുമ്പോൾ ലാറ്റിസ് എൻതാൽപ്പി ഉപയോഗിച്ച് ഇത് പരിഹരിക്കപ്പെടുന്നു. അതുകൊണ്ട് ഈ പ്രക്രിയകളിൽ സ്വതന്ത്രമാകുന്ന ഊർജം സ്വീകരിക്കപ്പെടുന്ന ഊർജത്തേക്കാൾ കൂടുതലാണ്. അപ്പോൾ എന്താ പറയുന്നത്? ഈ ഒരു ഫൈനൽ നോട്ട് നമുക്ക് നോക്കാം. അതിനാൽ ഒരു അയോണിക സംയുക്തത്തിന്റെ സ്ഥിരത അതിലെ വാതക അവസ്ഥയിലുള്ള അയോണുകൾ അഷ്ടക സംവിധാനം കൈവരിക്കുന്നതിനെ മാത്രമല്ല, മറിച്ച് ആ സംയുക്തം ഉണ്ടാകുമ്പോഴുള്ള ജാലിക എൻതാൽപ്പിയെയാണ് പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത്. ഓക്കെ, ജാലിക എൻതാൽപ്പി എന്താണ്? അതിന്റെ ലാറ്റിസ് എൻതാൽപ്പി. ഓക്കെ, ലാറ്റിസ് എൻതാൽപ്പിയെ എന്താണ് കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ബോണ്ട് അല്ലെങ്കിൽ ഈ ഒരു സംയുക്ത കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ ഈ ലാറ്റിസ് എൻതാൽപ്പിയും കൂടെ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത്. അതിനാൽ നാം ജാലിക എൻതാൽപ്പിയെ പറ്റി കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ജാലിക എൻതാൽപ്പി ഖരാവസ്ഥയിലുള്ള ഒരു മോൾ അയോണിക സംയുക്തത്തെ വാതകാവസ്ഥയിലുള്ള ഘടക അയോണുകളായി പൂർണ്ണമായും വേർതിരിക്കുവാനുള്ള ഊർജത്തെയാണ് അതിന്റെ ജാലിക എൻതാൽപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? സോളിഡ് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു എന്താണ് ഒരു മൂലകം, ഒരു മോൾ അയോണിക സംയുക്തം, അതായത് ഒരു 1 മോൾ ഓഫ് അയണിക് കോമ്പൗണ്ട്. ഓക്കെ, ഒരു 1 മോൾ ഓഫ് അയണിക് കോമ്പൗണ്ടിനെ സോളിഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അതിനെ എന്താണ്, എന്ത് സ്റ്റേറ്റിലോട്ട് മാറ്റണം? അതിനെ സോളിഡ് കോമ്പൗണ്ട് ഗേഷ്യസ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഓഫ് അയോൺസ് ആയിട്ട് മാറ്റണം. ഓക്കെ, ഗേഷ്യസ് കോമ്പൗണ്ട്സ് ആയിട്ട് മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഊർജ്ജത്തെയാണ് നമ്മൾ ലാറ്റിസ് എൻതാൽപ്പി അല്ലെങ്കിൽ ജാലിക എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഖരാവസ്ഥയിലുള്ള ഒരു മോൾ അയനിക സംയുക്തത്തെ വാതകാവസ്ഥയിലുള്ള ഘടക അയോണുകളായി പൂർണ്ണമായും വേർതിരിക്കാൻ, അതിന്റെ ഘടകങ്ങൾ എന്താണ്? വാതകാവസ്ഥയിലായിരിക്കും. അങ്ങനെ പൂർണ്ണമായും വേർതിരിക്കാൻ എടുക്കുന്ന ഊർജ്ജത്തെയാണ് അതിന്റെ ജാലിക എൻതാൽപ്പി എന്ന് പറയുന്നത്. ഉദാഹരണമായി NaClന്റെ ജാലിക എൻതാൽപ്പി 788 കിലോ ജൂൾ പെർ മോൾ ആണ്. അതുപോലെ തന്നെ ഒരു മോൾ ഖര NaClനെ ഒരു മോൾ Na+ ആയും അതുപോലെ തന്നെ ഒരു മോൾ Cl- ആയും അനന്തമായ അകലത്തിലേക്ക് വേർതിരിക്കാനുള്ള 788 കിലോ ജൂൾ ഊർജം ആവശ്യമാണെന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ വിപരീത ചാർജുള്ള അയോണുകൾ തമ്മിലുള്ള ആകർഷണ ബലവും ഒരേ ചാർജുള്ള അയോണുകൾ തമ്മിലുള്ള വികർഷണ ബലവും ഈ പ്രക്രിയയിലുണ്ട്. ഈ ആകർഷണ വികർഷണ ബലങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ത്രിമാന രൂപത്തിലുള്ള ഒരു പരലിന്റെ ജാലിക എൻതാൽപ്പി കണ്ടുപിടിക്കുക സാധ്യമല്ല. ഇതിനായി പരൽ ഘടനയുമായി ബന്ധപ്പെട്ട മറ്റു ഘടകങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. സോ അപ്പം ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അയണിക് കോമ്പൗണ്ടിന്റെ ഫോർമേഷനിൽ.